അപ്പോൾ 1, 2, 3 എന്ന മട്ടിൽ പറ്റിയ തെറ്റുകൾ എണ്ണി പറയുകയാണ് CPM. വെള്ളാപ്പള്ളിയുടെ കടുത്ത വർഗീയ പ്രസ്താവനകളോട് വേണ്ട രീതിയിൽ മറുപടി പറയാത്ത കാര്യം. അയ്യപ്പ സംഗമ സംഘാടനം അതിൽ UP മുഖ്യമന്ത്രി യോഗിയുടെ പ്രസ്താവന വായിച്ചത്. പയ്യന്നൂർ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയ പാളിച്ച. പത്മകുമാർ അടക്കം കേരളത്തോട് തുറന്നു സമ്മതിക്കുന്നു MV ഗോവിന്ദൻ. പാർട്ടി കേഡറിനപ്പുറം ജനത്തോട് മുന്നോട്ടുള്ള വഴികൾ ആരായാൻ ചോദിക്കാൻ വാട്സാപ്പ് നമ്പർ പുതുവഴി.gmail.com എന്നൊരു മെയിൽ. ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത കുടുംബരാജ്യത്തിൽ പാഠം പഠിക്കുകയാണോ CPM? തിരുത്താനൊരുങ്ങുന്നു CPM. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ശ്രീ വി ആർ അനൂപ്, ശ്രീ ശ്യാമരാജ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ വി ആർ അനൂപിലേക്ക് പോകുന്നു. ശ്രീ വി ആർ അനൂപ്, ഇവിടെ CPM വലിയ പരാജയം സംഭവിച്ചു, എല്ലാവർക്കും അറിയാം. ആ പരാജയം അവർ നോക്കുന്നു. അതിനൊരു തിരുത്തൽ സംവിധാനമുണ്ട്. താഴെത്തട്ടിൽ നിന്നും 40,000-ഓളം ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് സെക്രട്ടേറിയറ്റ് ആ വിമർശനങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാന സമിതി 2 ദിവസം ആ റിപ്പോർട്ട് ചർച്ച ചെയ്ത് MV ഗോവിന്ദൻ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിൽ CPM-ന്റെ കരുത്ത് ചോർന്നുകൂടാ എന്ന് താങ്കൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. സ്വാഗതം ചെയ്യുന്നുണ്ടോ CPM-ന്റെ തിരുത്തൽ നടപടികൾ? എന്താണ് ഒരു ശക്തിയുള്ള, ഒരു കരുത്തുള്ള പ്രതിപക്ഷമായി മാറുന്നതിൽ ശ്രീ അനൂപ്? ഹാഷ്മി, ഇവിടെ ഗോവിന്ദ മാഷ് പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളിയെ ഞങ്ങൾ സഹായിച്ചു എന്ന തരത്തിൽ ഒരു ധാരണ, ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന. ജനങ്ങളുടെ ധാരണ ശരിയാണെന്നേ, ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന കാര്യത്തിൽ ഗോവിന്ദ മാഷ് സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമസ്താപരാധം പറയണം ജനങ്ങളുടെ മുന്നിൽ. ഇവിടെ ജനങ്ങളുടെ തെറ്റിദ്ധാരണയല്ലല്ലോ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്. ഈ പറയുന്ന വിദ്വേഷ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ്റെ നാവ് സരസ്വതി കടാക്ഷമുള്ള നാവാണെന്ന് പറഞ്ഞത് ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാ. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുള്ള ഒരു യോഗത്തിലത് പറഞ്ഞത്. വെള്ളാപ്പള്ളിക്ക് ഇത് പറയാനുള്ള ആത്മവിശ്വാസം പിന്നെയും പിന്നെയും കൊടുത്തത് ഇത്തരം പ്രതികരണങ്ങളാ. അപ്പോൾ ഗോവിന്ദ മാഷ് പറയേണ്ടത് ഞങ്ങളെടുത്ത നിലപാട് തെറ്റായിരുന്നു, ഞങ്ങളിതാ മാപ്പ് പറയുന്നു എന്ന് പറയണം. അല്ലാതെ ജനങ്ങൾക്ക് തെറ്റുപറ്റി, ജനങ്ങൾ ഞങ്ങളെ തെറ്റാധരിച്ചു എന്നല്ല. തെറ്റുപറ്റിയത് ജനങ്ങൾക്കല്ലെന്നേ, തെറ്റുപറ്റിയത് CPM-നാ. ഇതുപോലെ തുടർച്ചയായി വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് മാന്യത കൊടുക്കുന്ന തരത്തിൽ, അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊടുക്കുന്ന തരത്തിൽ ആരാ പെരുമാറിയത്? CPM-ആ. ആദ്യം ഇത്തരം പ്രസ്താവന നടത്തിയപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഹാഷ്മിക്ക് ഓർമ്മയില്ലേ? അവരെന്താ പറഞ്ഞത്? ഇത് മുസ്ലിം ലീഗിനെതിരാണ്, മുസ്ലിം ജനവിഭാഗത്തിനെതിരല്ല. താഴെത്തട്ടിലെ ജനം തിരുത്തുന്നു പാർട്ടി അല്ല. ശ്രീ അനൂപ്, താഴെത്തട്ടിൽ പ്രവർത്തകർ അത് തിരുത്തുന്നു. അത് പറഞ്ഞാൽ പോരാ. വർഗീയതയോട് അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചാൽ പോരാ. വെള്ളാപ്പള്ളിയെ ശക്തമായ ഭാഷയിൽ തള്ളിപ്പറയണം എന്ന പാർട്ടി വികാരത്തിന് സത്ത ഉൾക്കൊണ്ടല്ലേ MV ഗോവിന്ദൻ സംസാരിക്കുന്നത്. അതിനെ അംഗീകരിക്കണ്ടേ ശ്രീ അനൂപ്? ശരി, പോയ കാലത്ത് പിഴവ് പറ്റി എന്ന് കരുതി എല്ലാ കാലവും പിഴക്കണം എന്നാഗ്രഹിക്കാവോ? അല്ല, അങ്ങ് എന്താ പറഞ്ഞത്? ഒരിക്കലും അല്ല ഹാഷ്മി. അദ്ദേഹം എന്താ പറഞ്ഞത്? അങ്ങ് കേട്ടതല്ലേ പത്രസമ്മേളനം? അദ്ദേഹം പറഞ്ഞെന്താ? ഞങ്ങൾ വെള്ളാപ്പള്ളിയെ സഹായിച്ചു എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്ന. ധാരണയല്ലല്ലോ, അതല്ലേ യാഥാർത്ഥ്യം. ജനങ്ങൾ CPM-നെ തെറ്റായി ധരിച്ചതല്ല, ജനങ്ങളുടെ ധാരണ ശരിയാ. CPM എടുത്ത സമീപനം തെറ്റായി പോയി എന്ന് പറയാനുള്ള സത്യസന്ധതയാണ് ഗോവിന്ദ മാഷക്ക് വേണ്ടത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടത് എന്താ? ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ നേതാവ് പിണറായി വിജയൻ സരസ്വതി കടാക്ഷമുള്ള നാവിൻ്റെ ഉടമ എന്ന് അത്തരത്തിലൊരു പ്രസ്താവന പറയാൻ പാടില്ല എന്ന് പറയാൻ ഗോവിന്ദ മാസ്റ്റർക്ക് കഴിയുമോ? കഴിയില്ല. ഇവിടെ ജനങ്ങൾക്കല്ല തെറ്റാധാരണ ഉണ്ടായിരുന്നത്, CPM-ന്റെ ജനങ്ങളെക്കുറിച്ചുള്ള ധാരണ തെറ്റായിരുന്നു. അത് തിരുത്താൻ, അതിൽ തെറ്റുപറ്റിയെന്ന് CPM വളച്ചുകെട്ടലുകളില്ലാതെ പറയാൻ തയ്യാറാവണം. അല്ലാതെയുള്ള ഒരു കാര്യവും അല്ല. വെള്ളാപ്പള്ളിയുടെ കാര്യം മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ച് സ്വീകാര്യമല്ല. അല്ല, വെള്ളാപ്പള്ളിയുടെ കാര്യം മാത്രമല്ല. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ പറയുന്ന രീതിയിൽ എല്ലാ നടപടിയിൽ നിന്നും മാറ്റി നിർത്തി. പക്ഷേ ആ സമയത്ത് നടപടി ഉണ്ടാവാത്തതിൽ വിമർശനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് തിരുത്താൻ തയ്യാർ എന്ന മനോഭാവമല്ലേ? തളിപ്പറമ്പിലും പയ്യന്നൂരും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായി എന്ന് സമ്മതിക്കുകയാണ്. അതിനപ്പുറം ഒരു എത്രയായാലും എല്ലാ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പാർട്ടികൾക്കും ഒരു ഈഗോ ഉണ്ടാവുമല്ലോ. വ്യക്തികളെ പോലെ ഒരു ഈഗോ ഒരു പാർട്ടിക്കും ഉണ്ടാവും. അതിലപ്പുറം എങ്ങനെയാണെന്ന് സമസ്താപരാധം തുറന്നു പറയുക ഒരു പാർട്ടി? അങ്ങനെ അല്ല ഹാഷ്മി, ആ ഈഗോ വെച്ചിരുന്നാൽ ഇതുപോലെ ആവർത്തിക്കും, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ തിരുത്താൻ തയ്യാറാവണം.
ഞങ്ങളായാലും അവരായാലും അത്തരം കാര്യങ്ങളെ തിരുത്താൻ തയ്യാറാണെന്നേ. അല്ലാതെ ജനങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായതല്ല. ജനങ്ങളുടെ ധാരണ ശരിയാണ്. CPM-ന്റെ ജനങ്ങളെ കുറിച്ചുള്ള ധാരണയാണ് തെറ്റ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ ഗോവിന്ദ മാഷ് പറയുന്നത് എന്താ? ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ സഹായിച്ചു എന്നർത്ഥത്തിൽ ജനങ്ങൾക്ക് ധാരണയുണ്ടായിരുന്ന. ജനങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് ശരിയായ ധാരണയാണ് ഉണ്ടായത്. പക്ഷെ CPM എന്താ വിചാരിച്ചത്? ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ അതൊക്കെ സഹിക്കും, ജനങ്ങൾ അതൊക്കെ പൊറുക്കുമെന്ന് വിചാരിച്ച ആളുകളാ. പക്ഷെ ജനങ്ങൾ അവർക്ക് കിട്ടിയ ആദ്യ അവസരത്തിൽ അതിന് മറുപടി കൊടുത്തു. അപ്പൊ CPM-ന് ജനങ്ങളെ കുറിച്ചുള്ള ധാരണയാണ് തിരുത്തേണ്ടത്, അല്ലാതെ ജനങ്ങൾക്ക് CPM-നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയല്ല തിരുത്തേണ്ടത്. അതാണ് അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യം. നമ്മുടെ കെ അൽകുമാർ, ഇവിടെ ഈ കൊടുംവർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയോട് കാണിക്കുന്ന ഒരു മുതുസമീപനം, ചേർത്തുപിടിക്കൽ, അയ്യപ്പ സംഘം ഇടതുപണിയല്ല എന്നതടക്കം നമ്മൾ ഇതേ എൻകൗണ്ടറിൽ നമ്മൾ തന്നെ എത്ര തവണ ചർച്ച ചെയ്ത് തർക്കിച്ചു. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞ ഓരോ സിംഗിൾ തെറ്റ് സമ്മതങ്ങളും ഉപയോഗിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ഭാഷയിൽ കഥാപ്രസംഗം അങ്ങടക്കം പറയുന്ന ഇൻട്രോയിലൂടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പലരും പറഞ്ഞു. ഒന്നും ആരും അപ്പം കേട്ടില്ല, പോട്ടെ. അതൊക്കെ തെറ്റും തിരിച്ചറിയാൻ വൻ പരാജയം വേണ്ടി വന്നു. പക്ഷേ നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ്. താഴെത്തട്ട് മുതൽ ഏതൊക്കെ രീതിയിലുള്ള സമഗ്ര തിരുത്തലിനാണ് CPM-ന്റെ പ്ലാൻ? ശ്രീ കെ അനിൽകുമാർ. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 81.22 ലക്ഷം വോട്ട് ലഭിച്ചിട്ടുണ്ട്. UDF-ന് 1 കോടിയിലേറെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. BJP-യെ സംബന്ധിച്ച് മുമ്പ് അവർക്കുണ്ടായിരുന്ന അത്ര വോട്ട് ഇപ്പോൾ പെട്ടി കാണുന്നില്ല. 38 ലക്ഷം വോട്ട് വരെ പിടിച്ചവർ ഇത്തവണ 30 ലക്ഷം വോട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2020 കൂടിയിട്ടു. അപ്പം ഞങ്ങൾ ഒന്നാമതായി വിലയിരുത്തിയത് കേരളത്തിലെ വലതുപക്ഷം വളരെ ബോധപൂർവം പരസ്പരം നടത്തിയ കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞത്. ഇത്രയേറെ സീറ്റുകളിൽ ഞങ്ങൾ പരാജയപ്പെടുമായിരുന്നില്ല. ഇതാണ് ഞങ്ങൾ കണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഞങ്ങൾ പറഞ്ഞതും പാർട്ടിയിൽ ഞങ്ങൾ സ്വയമായി വിലയിരുത്തി കണ്ടെത്തിയിട്ടുള്ള ഇന്നിവിടെ വെളിപ്പെടുത്താത്ത ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ തിരുത്തേണ്ടതായ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഉള്ളിൽ പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴും 10 കൊല്ലം ഈ സർക്കാർ കേരളത്തിലുണ്ടാക്കിയ നന്മകളാകെ മൂടിവെച്ച് തെറ്റുകളുടെ കൂമ്പാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇങ്ങനൊരു ആഖ്യാനം ആരും ഉണ്ടാക്കേണ്ടതില്ല. 2, ഈ കാലഘട്ടത്തിൽ ഇന്ത്യ കണ്ട ഗവൺമെൻറ്റുകളിൽ ഏറ്റവും മികവാർന്ന ഗവൺമെൻറ്റുകളെയാണ് 2 ഗവൺമെൻറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് നേതൃത്വം കൊടുത്ത് നയിച്ചത് എന്നതിലും ഞങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. 2 പ്രളയവും കോവിഡും അടക്കം വന്നതിന് ശേഷവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP ഗ്രോത്തുള്ള കേരളത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ ഗവൺമെൻറ് പ്രവർത്തന ഫലമായി കേരളം എല്ലാ മേഖലകളിലും ഇന്നും 1-ാം സ്ഥാനത്ത് നേടി നിൽക്കുന്ന മികവാർന്ന നേട്ടങ്ങളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഇടതുപക്ഷമല്ലാതായി എന്നൊരു പ്രചരണം വലതുപക്ഷം നടത്തുകയുണ്ടായി. അത് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് ചെയ്യേണ്ട കുറേയേറെ ആളുകൾ മാറി വോട്ട് ചെയ്യാൻ ഇതൊരു ഇടതുപക്ഷമല്ലാതായോ? ആ പ്രചരണമൊന്നും നേരെ വന്നതായിരുന്നില്ല. ഇപ്പം തന്നെ ഇന്ത്യ മുന്നണി യോഗത്തിൽ നിങ്ങൾ തോക്കാൻ കാരണം എന്താണ്? നിങ്ങൾ വിഴിഞ്ഞ തദാനിയെ കൊണ്ടുവന്നില്ലേ? ഇതാണ് ചോദിക്കുന്ന. ആര് ചോദിക്കുന്നു? രാഹുൽ ഗാന്ധി. അപ്പം ആലോചിച്ച് നോക്കൂ, ദിവസേന നുണ പറഞ്ഞുകൊണ്ടിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ വരെ നുണ പറഞ്ഞു പറ്റിച്ചു. അദാനിയെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എന്നത്, അദാനിയെ കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്ന് രാഹുൽ ഗാന്ധിയെ പോലും നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതല്ലേ ഇപ്പോൾ പുറത്തു വന്ന യാഥാർത്ഥ്യം. എന്നിട്ട് എന്ത് സംഭവിച്ചു? 5 ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികൾ ആളുകൾ വ്യാമോഹം ഉണ്ടാക്കി. എന്താ വ്യാമോഹം? സ്ത്രീകൾക്കെല്ലാം തീർത്ഥയാത്ര പോകാൻ ബസ്സിൽ സൗജന്യമാണ്. ഓർഡിനറി ബസ്സെ കയറ്റാമെന്നല്ല പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് തീർത്ഥയാത്ര പോകണോ, അമ്പലത്തിൽ പോകണോ, ഇതാ കയറിക്കോ. BJPയുടെ വോട്ട് പെട്ടിയിൽ വീഴ്ത്തി. എങ്ങനെ? അമ്പലത്തിൽ പോകുന്നവർക്കെല്ലാം ബസ് സൗജന്യം. അമ്പലത്തിൽ ഒരാൾക്ക് പോകണമെന്നുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെങ്കിൽ അപേക്ഷ കൊടുത്താൽ മതി, നേരെ ഗുരുവായൂർ കൊണ്ടുവിടും, മൂകാംബിയെ കൊണ്ടുവിടും. ഇതല്ലേ സതീശൻ പറഞ്ഞത്? നിങ്ങളുടെ ബൈറ്റിരിപ്പില്ലേ വേണുഗോപാൽ പറഞ്ഞത്? ഇങ്ങനല്ലേ BJPയുടെ വോട്ട് പിടിച്ചത്, വിശ്വാസികളുടെ വോട്ട് പിടിച്ചത്? പിന്നെന്താ പറഞ്ഞത്? വണ്ടിയെല്ലാം മോഡിഫൈ ചെയ്യാം.
കർക്കശക്കാരനായ പിണറായി വിജയനെ കൊണ്ടാണ് കുഴപ്പം. എല്ലാ വണ്ടിയും മോഡിഫൈ ചെയ്തേക്കാം. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ലേ, നടക്കുന്ന കാര്യമാണോ? CP ജോൺ ചോദിച്ച് കേട്ടില്ലേ? ഞങ്ങളുടെ തെറ്റുകൾ വിലയിരുത്തുമ്പോൾ ഞങ്ങളുടെ തെറ്റുകളെപ്പോലെ തന്നെ ഈ പരാജയത്തിന് കാരണങ്ങൾ പലതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളും ഏകീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചു. അതിന് തന്ത്രപരമായി പരസ്പരം വോട്ട് കൈമാറുന്നൊരു നില സ്വീകരിച്ചു. അതുകൊണ്ടാണ് 3 സീറ്റിൽ BJP വിജയിച്ചതിനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി സതീശൻ്റെ പ്രതികരണം? അത് സാധാരണ കാര്യമാണ്. തെരഞ്ഞെടുപ്പാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. ഇത് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആർക്കും ഒരു തർക്കം ഉണ്ടായില്ല. BJP 3 സീറ്റിൽ ജയിച്ചു എന്ന അപകടകരമായ കാര്യം ഞങ്ങൾ പറയുമ്പോൾ അത് സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയാണ് എന്ന് BJPയുടെ വിജയത്തെ സമ്മതവൽക്കരിക്കുന്ന ഒരാളെയാണ് കേരള മുഖ്യമന്ത്രിയായി കിട്ടിയത്. എന്താണ് അന്തർധാര എന്നുള്ളത് പിന്നീട് എല്ലാ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കില്ലേ? നമ്മുടെ മുസ്ലിം ലീഗുകാർക്ക് തൽക്കാലം സ്കൂള് 10ാം ക്ലാസ് വരെ, ഹയർ സെക്കൻഡറി വരെ മുസ്ലിം ലീഗ് എടുത്തോട്ടെ, ബാക്കി എല്ലാം കൂടെ സംഘപരിവാറിന് ഗവർണർ വഴി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ വർഗീയമായ വിഭജനം. കാവുവൽക്കരിക്കപ്പെട്ട സർവകലാശാലകൾ, മറ്റത് ലീഗിന്. ഈ കച്ചവടം കേരളത്തിൽ നടക്കുകയാണ്. ഇരട്ട എഞ്ചിൻ ഗവൺമെൻറ് വന്നിരിക്കുന്നു. ഒന്ന് മോദി, മറ്റോ സതീശൻ. ഒരു തർക്കവുമില്ല. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് കിട്ടിയില്ലെങ്കിലും ഒരു തർക്കവുമില്ല. നമ്മുടെ ഗവർണർ വന്ന് പ്രസംഗം നടത്തുമ്പോൾ ഗവർണറുടെ പ്രസംഗം ഗവർണർക്ക് ഒരു തർക്കമില്ലാത്ത എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഹിന്ദുത്വമാണ്, എന്നാൽ ഞങ്ങൾ ഇടതാണ്, നെഹ്റുവിയൻ ഇടതാണ്. എന്താ വർത്താനം? ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ എത്താം. ശ്രീ ശ്യാമരാജ്, ഇവിടെ തോൽവിയുടെ പല കാരണങ്ങൾ വിലയിരുത്തുന്നു CPM. പല കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ, ഇപ്പോൾ ശ്രീ കേൾക്കുമാർ അതിലേക്ക് നിർവന്നത് നമുക്ക് അടുത്തോട് ചോദിക്കാം. വെള്ളാപ്പള്ളി നടേശനെ ഈ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ കൊടിയ വർഗീയത പറഞ്ഞു. കൊടിയ വർഗീയത പറഞ്ഞതിനെ ആ രീതിയിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തി. ആ രീതിയിൽ ചെറുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ മറുപടി പറയേണ്ടവർ ഊക്കില്ല എന്ന് താഴെത്തട്ടിൽ അണികൾ പറയുന്നത്. MV ഗോവിന്ദൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണെന്ന ഒരു പ്രതീതി ഉണ്ടായ കാര്യം, അവിടെ UP മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ച കാര്യം, അതോടൊപ്പം തന്നെ 30 സീറ്റുകളിൽ നിങ്ങൾ വോട്ട് മറിച്ച് UDFന് കൊടുത്ത കാര്യം കൂടി CPM വിലയിരുത്തുന്നുണ്ട്. ശ്രീ ശ്യാമരാജ്, ഹാഷ്മി, ഇത് മറ്റേ പുതുയുഗം.com ആണോ അതെയോ പുതുന്യായീകരണം.com ആണ്? എനിക്കിതിനകത്ത് വളരെ രസകരമായിട്ട് തോന്നുന്നൊരു കാര്യം, ഈ 30 സീറ്റുകളിൽ വോട്ട് മറിച്ചു എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞാൻ അതിലോട്ട് വരാൻ കേട്ടോ. അതിനു മുമ്പ് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പതനം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ പാഴൂർ പഠിപ്പുര വഴിയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. തളിപ്പറമ്പിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് തോറ്റതെന്ന് മാത്രം ചിന്തിച്ചാൽ മതിയെന്നേ. ഒക്കെ തളിപ്പറമ്പ് പോലെ ഈ സ്കൂളൊക്കെ ഇട്ട് വരുന്ന പിള്ളേർ ഈ കപ്പലണ്ടി എടുത്ത് മേലേക്ക് എറിഞ്ഞ് കളിക്കും. അങ്ങനെ കപ്പലണ്ടി എടുത്ത് മേലേക്ക് 10 കപ്പലണ്ടി എടുത്ത് മേലേക്ക് എറിഞ്ഞാൽ ആ കപ്പലണ്ടി വീഴുന്നത് 10 CPMകാരുടെ തലയിലായിരിക്കും. അങ്ങനെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള, കഴിഞ്ഞ തവണ ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്ന MV ഗോവിന്ദൻ 22,000 വോട്ടിന് വിജയിച്ച, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെ ആ സീറ്റിൽ നിർത്തിയിട്ട് ആ സീറ്റിൽ തോക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് ശക്തി കേന്ദ്രമായിട്ടുള്ള CPMന് സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ അവരുടെ വിമതൻ TK ഗോവിന്ദൻ തന്നെ ജയിക്കണമെങ്കിൽ, അതും 13,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കണമെങ്കിൽ ഇവർ കേരളത്തിന് മൊത്തം തോറ്റത് എന്തിനാണെന്നുള്ളതിൻ്റെ തെളിവ് തേടി, കാരണം തേടി വേറെ എങ്ങും പോകണ്ടാന്ന് ഇവരിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഈ ന്യായീകരണമൊക്കെ ആര് കേൾക്കാൻ വേണ്ടി പോകുന്നു? ഇവരുടെ അണികളെ ഇത് തന്നെ പറഞ്ഞ് പറ്റിച്ചോട്ടെ. നമുക്കിപ്പോൾ എന്താ പ്രശ്നം? നോക്കൂ, ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ട് കുറേ ദിവസമായില്ലേ ഈ പറയുന്ന MV ഗോവിന്ദൻ മാഷോട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അദ്ദേഹം മകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എന്താ? അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റണം. ഹാഷ്മി, എനിക്കറിയാം പിണറായി വിജയൻ അധികാരഭ്രാന്താണ്, അധികാരക്കൊതിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള CPMന് വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാരായിട്ടുള്ള ആളുകളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും അദ്ദേഹം വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഇവരുടെ പാർട്ടിക്കകത്തെ ആളുകളുണ്ട്. ഇനി പാർട്ടി തിരുത്തിയില്ലെങ്കിൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ വരുമെന്ന് പറഞ്ഞത് ഇവരുടെ മുൻ നേതാവ് തന്നെയായിട്ടുള്ള തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ്റെ ഭാര്യയായിട്ടുള്ള ശ്യാമളയെ തോൽപ്പിച്ചിട്ടുള്ള TK ഗോവിന്ദൻ തന്നെയല്ലേ? അപ്പൊ പ്രശ്നം എവിടെയാണ്? പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് തന്നെയാണ്. ഇവരുടെ ശൈലി, ഇവരുടെ രീതികൾ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതെ പോയി. ഇവിടെ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചിട്ടൊക്കെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാന്നൊക്കെ പറയണമെങ്കിൽ, ചെയ്യാത്തതെന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറ ഉളപ്പൊന്നും വേണ്ട. എന്റെ പൊന്നൽകുമാർ സാറേ, ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ? ജനങ്ങൾ വോട്ട് ചെയ്യാത്ത നിങ്ങൾ ശബരിമലയിലെ സ്വർണം കട്ടതുകൊണ്ടാ. ആഗോള അയ്യപ്പ സംഘം എന്നും പറഞ്ഞിട്ട് കോടികൾ അടിച്ചു മാറ്റിയുണ്ടാ. ശബരിമലയെ വികസിപ്പിക്കുമെന്നും പറഞ്ഞിട്ട് കുമരകത്തും കോട്ടയത്തും പോയിട്ട് റിസോർട്ട് എടുത്തിട്ട് ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കും. ഇത് പഴയ ദേശ
ദേശാഭിമാനിയുടെ കാലമല്ല, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഞാനും നിങ്ങളും ഈ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ഓരോ മനുഷ്യനും ഓരോ മാധ്യമങ്ങളാണ്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പുറം ലോകത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ദേശാഭിമാനിയിലെ കഥകളൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ നിങ്ങളുടെ കേടറിനെ പറ്റിക്കാം എന്നല്ലാതെ ജനങ്ങളെ പറ്റിക്കാമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. പിന്നെ ഹാഷ്മി ചോദ്യത്തിന് ഉത്തരം നോക്കൂ. ഹാഷ്മി, ഇന്നലെയാണ് ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ മുന്നണിയുടെ യോഗം നടന്നിട്ടുള്ളത്. അതിലേക്ക് ഇവരൊരു CPM ഒരു പ്രതിനിധി വിട്ടിരുന്നല്ലോ, ജോൺ ബ്രിട്ടാസിനെ വിട്ടിരുന്നല്ലോ. ഇവരുടെ എന്ത് മുന്നണി എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ്സുകാരും പറയുന്നു മറ്റേ BJPയും CPM ഡീലെന്ന് പറയുന്നു, CPM-കാരും പറയുന്നു BJPയും കോൺഗ്രസും ഡീലെന്ന് പറയുന്നു. പിന്നെ ഇത് എന്ത് മുന്നണിയാന്നേ? ഇവർക്ക് പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, CPM-നെ പറ്റിച്ചിട്ട് CPM-ന് വോട്ട് ചെയ്യാതെ മറ്റേതെങ്കിലും പാർട്ടിക്ക് CPM-കാർ കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡീലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന്. എന്തിനാണ് നിങ്ങൾ മറ്റേ ഈ പട്ടണപ്രവേശന സിനിമയിലെ വിജയൻ ദാസന്റെ അടിയും കൊണ്ട് ഇനി അടിച്ചോ എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ അവിടെ ഇരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ല. ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഡീൽ ആരൊക്കെ തമ്മിലാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലോ. നിങ്ങളൊരു മുന്നണിയുടെ ഭാഗമല്ലേ. ഇന്നലെ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ മറ്റേ മീറ്റിങ്ങിൽ ജോൺ ബ്രിട്ടാസിനെ രാഹുൽ ഗാന്ധിയുടെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ജോൺ ബ്രിട്ടാസ് MP-നെ ഇരുത്തിയിട്ട് ഇന്ന് MV ഗോവിന്ദൻ വന്നിട്ട് ഇതാ ഡീല് BJP ആണെന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വിജയിക്കൂ? മനസ്സിലാക്കോ? ഇനി ഡീലിന്റെ ഒറ്റയ്ക്ക് ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇവിടെ മഞ്ചേശ്വരത്ത് സംഭവിച്ചത്, മഞ്ചേശ്വരത്ത് ഇവർ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരായിരുന്നു? അവിടെ നിന്ന് മുസ്ലിം വോട്ട് ചോർന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് KR ജയാനന്ദൻ എന്ന് പറയുന്ന ആളെ തന്നെ ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ മാറ്റി സ്ഥാനാർത്ഥിനെ മാറ്റിയിട്ടില്ലേ? നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ അതാ എന്ത് ഡീലായിരുന്നത്? അപ്പൊ ഡീല് നടന്നിട്ടുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തന്നെയാണ്. തോറ്റു കഴിഞ്ഞപ്പോൾ പല ന്യായീകരണങ്ങളും പറയാം. പിണറായി വിജയന്റെ ധാർഷ്ട്യം, അഴിമതി, കെടുകാര്യസ്ഥത, MV ഗോവിന്ദന്റെ ശൈലി, ഇതൊക്കെ ഇവരുടെ പാർട്ടിയുടെ അടിത്തട്ടിൽ തന്നെ ചർച്ച ചെയ്തല്ലേ? ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞാണോ? BJP പറഞ്ഞാണോ? പാർട്ടിയുടെ അടിത്തട്ടിൽ ഇവരുടെ കീഴ്ഘടകങ്ങൾ പറയുന്നു പിണറായി വിജയന്റെ ശൈലി ശരിയല്ല, MV ഗോവിന്ദന്റെ ശൈലി ശരിയല്ല. എൻ്റെ കാശ്മീർ ഒരു കാര്യം പറയാം, 1 ലക്ഷം കോടി രൂപ മുടക്കിയിട്ട് കേരളത്തിലൂടെ ഓടിക്കുന്നത് അങ്ങ് മറ്റേ ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് അപ്പം വിൽക്കാനാന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യൂലെന്ന്. ഇത് MV ഗോവിന്ദനും ഈ CPM-ന്റെ ആൾക്കാർ എന്ന് മനസ്സിലാക്കാനാണ്. അവിടെയാണ് പ്രശ്നം. ശബരിമലയിലെ സ്വർണം മൊത്തം എടുത്തിട്ട് അത് ദേവസ്വം ബോർഡിനാണ്, ദേവസ്വം പ്രസിഡന്റാന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ലാന്ന്. ആഗോള അയ്യപ്പ സംഘം ഒന്നും പറഞ്ഞിട്ട് അവിടുത്തെ പണം വരെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ലാന്ന്. ഞാൻ ഇവിടെ ഹാഷ്മി, നമ്മൾ ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത്, ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, മാനന്തവാടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ്. ആ മാനന്തവാടിയിലെ അവസ്ഥ എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. ഞാൻ പോയപ്പോൾ മാനന്തവാടിയിൽ OR കേളു എന്ന് പറയുന്ന ഇവരുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് ജയിച്ച് ട്രൈബൽ SC/ST വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിസഭയിൽ ഞാൻ അവിടെ പോയി കണ്ടപ്പോൾ കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ മുഖത്ത് ചെളിപുരണ്ട കുട്ടികളെ ഞാൻ കണ്ടു. തലയിൽ എണ്ണ തേക്കാതെ മൂടി ചെമ്പിച്ച കുട്ടികളെ ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭരണം നടത്തിയ ആളുകൾക്ക് ആര് വോട്ട് ചെയ്യാനാ? ജനം വോട്ട് ചെയ്യൂലാന്ന്. ഇത് നിങ്ങൾക്ക് വേണേ തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങളിങ്ങനെ ന്യായീകരണം കൊണ്ട് നടന്ന് ഞങ്ങൾക്ക് എന്താ? നിങ്ങളിങ്ങനെ ന്യായീകരണം കൊണ്ട് നടക്കണം എന്ന് തന്നെയാണ് ലാസ്റ്റ് ഒറ്റ പൊന്നാശ്മി. ഇനി വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം ഇവർ പറഞ്ഞു. ഇന്ന് ശ്രീ P ജയരാജൻ പറഞ്ഞു അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ 2 വള്ളത്തിൽ കാലി ചവിട്ടുന്നു പറഞ്ഞു. ഇത് നേരത്തെ ഇവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ശ്രീമതി പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥിക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിന്നപ്പോൾ അവർക്ക് വേണ്ടി വോട്ട് പിടിച്ചു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അതിനുശേഷമല്ലേ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒപ്പം ശ്രീ പിണറായി വിജയൻ കാറിൽ സഞ്ചരിച്ചത്? പിന്നെ ഇവരുടെ നവോത്ഥാന സമിതിയുടെ തലവനായിട്ട് അതിന്റെ ഹെഡായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ വെക്കുകയും അതേ സമയത്ത് തന്നെ തുഷാർ വെള്ളാപ്പള്ളി BDJS-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും ചെയ്തു എന്ന് ഇവർ ഇപ്പൊ പറയുമ്പോൾ ഈ ഇലക്ഷന് മുമ്പ് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് SNDP-യുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് SNDP-യുടെ വോട്ട് വേണം, ഈഴവരുടെ വോട്ട് വേണം, പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ വേണ്ട എന്നാണെങ്കിൽ അത് ആ സമൂഹം ചിന്തിക്കട്ടെ, ആ സമുദായം ചിന്തിക്കട്ടെ. വെള്ളാപ്പള്ളി കൂടെ നിന്നു, വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചു, വെള്ളാപ്പള്ളി കൂടെ നിന്നു. വെള്ളാപ്പള്ളി പുട്ടിന് വീര പോലെ പിണറായി ഗംഭീരമാന്ന് പറഞ്ഞു, LDF CPM ജയിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് SNDP വോട്ട് ചെയ്തില്ലല്ലോ. കേരളം മാറിയെന്നേ. കേരളം ഇപ്പൊ വെള്ളാപ്പള്ളി ഇന്നാക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ പോയി കുത്തത്തില്ല ഈഴവ സമുദായം. അല്ല G സുകുമാരൻ ഇന്നാക്ക് പോയി വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ പോയി കുത്തത്തില്ല എന്താണ് നായർ സമുദായം. കാന്തപുരമോ വേറെ ആൾ ഇന്നാക്ക് വോട്ട് ചെയ്ത് എന്ന് പോയി പറഞ്ഞാൽ കുത്തത്തില്ല മുസ്ലിം സമുദായം. അതൊക്കെ കേരളത്തിന്റെ അതൊക്കെ വളരെ ഗംഭീരമായ ഇൻസൈറ്റ്സുകൾ ഈ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം ഒരു സാമുദായിക നേതാവാണ്. അദ്ദേഹം, ഞാൻ പറഞ്ഞത്ര മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഒരു കേരളത്തിലെ പ്രബലമായിട്ടുള്ള സാമുദായിക സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തിന് ചില സമയത്ത് വേണമെന്ന് പറയുകയും ചില സമയത്ത് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഇവരുടെ നിലപാട് ആ സമൂഹം എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തുകൊള്ളട്ടെ, തിരിച്ചറിഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ജനങ്ങൾ അറിയട്ടെ. അത് മാത്രം. ഒരു സമയത്ത് അദ്ദേഹം കൊള്ളാത്ത ആളെ ഒരു സമയത്ത് അദ്ദേഹം കൊള്ളുന്ന ആളും എങ്ങനെയാവുന്നു? അപ്പോ അതൊക്കെ ആ സമുദായത്തിലെ ആ സമൂഹത്തിന് ആളുകൾ തിരിച്ചറിഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ തെറ്റുകൾ ഇനിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ബംഗാളിലേക്ക് ഗതി തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യം. ശ്രീ VR അനൂപ്, ഇവിടെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത് CPM MV ഗോവിന്ദൻ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം പറയുന്നുണ്ട്. നമ്മളീ പറഞ്ഞ ഒന്നാമത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ പിഴവ് എന്ന് പറയുന്ന ഭാഗം,
ആ പിഴവ് എന്ന് പറയുന്ന ഭാഗം താഴെത്തട്ടിൽ ബ്രാഞ്ച് തലത്തിലൊക്കെ സംഘടനാ തലത്തിൽ അതിശക്തമായ വിമർശനം താഴെത്തട്ടിൽ സഖാക്കൾ ഉന്നയിക്കുകയാണ്. അത് ക്രോഡീകരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ക്രോഡീകരിക്കുകയും അത് ഇതിലേക്ക് എത്തുകയും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും സംസ്ഥാന സമിതിയിലേക്ക് എത്തുകയും ആ തെറ്റിദ്ധരിക്കൽ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പി ജയരാജൻ ഇന്ന് പറഞ്ഞു, ശ്രീ ശ്യാംരാജ് പറഞ്ഞ കാര്യം എന്താണ് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ 2 വള്ളത്തിൽ കാല് വെക്കുകയാണ്. അദ്ദേഹം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെയാ 2 തോണിയിൽ കാല് വെക്കുന്നത്? അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക, പിന്നെയോ മകനെ BDSന്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായത്? ശരി. ശ്രീ വി ആർ അനൂപ് അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV തള്ളി പറഞ്ഞു. ശരി, അടവ് നയം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുടെ ഈ പറഞ്ഞ കൊടിയ വർഗീയ പ്രസ്താവനകളോട് ഒരു പൊതുസമയം സ്വീകരിച്ചാൽ SNDP വോട്ട് കിട്ടും എന്ന് കരുതിയെന്ന് വിചാരിക്കുക. ഒരു വാദത്തിന് അത് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞു, അത് തിരുത്താൻ തയ്യാറാവുകയല്ലേ? ആ തിരുത്താൻ തയ്യാറാവുന്നതിനെ കുറ്റം പറയാവോ ശ്രീ വി ആർ അനൂപ്? എന്ത് തിരുത്തല ഹാഷ്മി? ഒരു കാര്യത്തിൽ ഞാൻ ആദരണീയനായ അനിൽകുമാറിനെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾ തോറ്റു എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചു അദ്ദേഹം. സാധാരണ CPM-കാർ അതുപോലെ അംഗീകരിക്കാറില്ല. ഇവിടെ ഇപ്പോൾ ഇവർ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇവർ ജയിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവർ ജയിച്ചിരുന്നെങ്കിൽ ഇവരുടെ വർഗീയ പ്രീണന നയങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമായി ഇവർ കണക്കാക്കുമായിരുന്നു. തോറ്റപ്പോൾ അവർ ചെയ്യാൻ നിർബന്ധിതായിരുന്ന. ഇപ്പോൾ പോലെ അനിൽകുമാർ പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് എല്ലാ വർഗീയ ശക്തികളും ഞങ്ങളെ സഹായിച്ചു എന്ന. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ ശക്തിയായ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ലല്ലോ, വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, NDAയിലെ 2ാമത്തെ ഘടകകക്ഷിയുടെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി ഈ ചെക്ക് കേസിൽ അവിടെ ഗൾഫിൽ അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ അയാൾക്ക് വേണ്ടി കത്തെഴുതിയ ആളാണ് പിണറായി വിജയൻ. വെള്ളാപ്പള്ളിയെ മാത്രമല്ല, ഇവിടെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി നിലപാടെടുത്തു. ഇവിടെ P ജയരാജൻ പറയുന്നത് പിണറായി വിജയനെതിരെയാ. ഇവിടെ NDA ഘടകകക്ഷിയായ മകനെ കൂടെ നിർത്തിയെന്ന് പറയുമ്പോൾ അത് അറിയാഞ്ഞിട്ടാണോ CPM ചെയ്തത്? ഒരേ സമയം വെള്ളാപ്പള്ളിയെയും തുഷാർ വെള്ളാപ്പള്ളിയെയും സഹായിക്കുന്ന നയസമീപനമാണെന്ന് CPM സ്വീകരിച്ചത്. തുഷാർ വെള്ളാപ്പള്ളി ഈ പറയുന്ന NDA ഘടകകക്ഷിയുടെ നേതാവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഗൾഫിൽ പോയത്? സ്വാതന്ത്ര്യ സമരത്തിനാ? ചെക്ക് കേസിലെ പ്രതി, സാമ്പത്തിക കുറ്റവാളി, അയാൾക്ക് വേണ്ടി കത്തെഴുതി. അതിപ്പോ വെള്ളാപ്പള്ളി അതല്ലേ? എന്നിട്ട് ഈ വേണ്ടാതിനെ ചെക്ക് കേസിലെ പ്രതി അല്ലെങ്കിൽ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് പോലെ മാരകമായ ഒരു തട്ടിപ്പ്, അത് വെള്ളാപ്പള്ളി അങ്ങനെ തന്നെയാണല്ലോ. ചെക്ക് കേസ് അല്ലെങ്കിലും മൈക്രോ ഫൈനാൻസ് പറയുന്ന ചെറിയ ലോണിന് വായ്പ എടുത്ത് വലിയ ലോണിന് മറിച്ചുവിറ്റ കേസിലെ പ്രതിയാ. അല്ല, വെള്ളാപ്പള്ളിയെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അദ്ദേഹത്തെ CPM സഹായിക്കുന്നത് എനിക്ക് ഹാഷ്മിക്ക് അറിയാം. അതുകൂടാതെ അദ്ദേഹത്തിന്റെ മകൻ NDAയുടെ ഘടകകക്ഷിയുടെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ സഹായിച്ച ആളുകൾ അവര്. വെള്ളാപ്പള്ളിയെ മാത്രമൊന്നുമല്ല. ഇപ്പൊ P ജയരാജൻ പറയുന്നത് എന്താ? ഞാൻ എന്തോ നിഷ്കളങ്കമായി പറ്റിപ്പോയതെന്ന് ഒന്നുമല്ല, തുഷാർ വെള്ളാപ്പള്ളിയെയും പരസ്യമായി സഹായിച്ചു. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്കെതിരെ പറയാ. ഇപ്പൊ ഇവരെന്താ പറയുന്നത്? ഉന്നത വിദ്യാഭ്യാസ സംഘപരിവാറിന് തീരെഴുതി കൊടുത്തു. ഇവർ ഭരിക്കുമ്പോൾ എന്താ ഉണ്ടായത്? 10 വർഷം ഇവർ ഭരിക്കുമ്പോൾ കേരളത്തിന്റെ കാവ്യവൽക്കരണത്തിന് അടിത്തറയിട്ടത്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ കാവ്യവൽക്കരണത്തിന് അടിത്തറയിട്ടത് ഇവരാ. ഒരു കാര്യം ഞാൻ പറയാം ഹാഷ്മി, കേരളത്തിലെ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന റോജി M ജോൺ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് കേരളത്തിൽ രോഹിത് വെമുലയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരത്തിന്റെ ഉൽപ്പന്ന. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുല ആത്മഹത്യ ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിയെ അണിനിരത്തി സംഘപരിവാറിനെതിരെ സമരം ചെയ്ത ആ സമരത്തിന്റെ ഉൽപ്പന്നമാണ് റോജി M ജോൺ. ഒരു സംശയം വേണ്ട, അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് കാവ്യവൽക്കരണത്തെ പ്രതിരോധിക്കും, ഞങ്ങളത് പ്രതിരോധിക്കും. 10 വർഷം നിങ്ങൾ ഈ ചെയ്തതുണ്ടല്ലോ, അതിന് ഞങ്ങൾക്ക് സമയമെടുക്കേണ്ടി വരും, പക്ഷേ ഞങ്ങളതിൽ കൃത്യമായ നിലപാടുള്ള ആളുകളാണെന്നേ. ഇപ്പോൾ ഇവർ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ തീരെഴുതി കൊടുക്കുന്ന. നിങ്ങൾ കണ്ടോ, എണ്ണമിട്ട് ഞങ്ങൾ ഓരോ രംഗത്ത് ഞങ്ങൾ തിരുത്തൽ ശക്തിയായി വരും. കേരളത്തിൽ ഞങ്ങളുടെ മന്ത്രിമാരുടെയൊന്നും ആധികാരികതയെയും അവരുടെ രാഷ്ട്രീയത്തെയും അധിക്ഷേപിക്കാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല.
ഇവിടെ രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധി അടക്കം അണിനിരത്തി രാജ്യം മുഴുവൻ സംഘപരിവാറിനെതിരെ ഏകോപിപ്പിച്ച് പുതിയ സമരമുഖം തുറന്ന രോഹിത് വെമുല സമരത്തിന്റെ നായകത്വത്തിലുണ്ടായിരുന്ന റോജി എം ജോണാണ് കേരളത്തിന്റെ. കെ അൽകുമാർ, ഈ വെള്ളാപ്പള്ളി നടേശൻ പച്ചവർഗീയതയും പരമത ഉദ്വേഷമാണ് പറയുന്നതെന്ന് എല്ലാ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായതാണ്. കേരളത്തിലെ ഒരു ജില്ലയിൽ ആർക്കാണ്ട് ശ്വാസം മുട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ അങ്ങനെ ശ്വാസം മുട്ടലില്ലെന്നും അങ്ങനെ പറയുന്നത് അസംബന്ധമാണെന്നും നേരത്തെ അന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ കേരളത്തുകാരുടെ വർഗീയത വറക്കരുതെന്നും എന്നും പറയേണ്ട മുഖ്യമന്ത്രി തൊട്ടുപറ്റിയതാൾ അവിടെ പോയി വെള്ളാപ്പള്ളിയെ പൊന്നാടി അടിച്ച് ആദരിച്ചു. ഏതോ പരിപാടിക്ക്. അന്നാണ് ഈ കുമാരനാശ താരതമ്യമൊക്കെ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരടക്കം. പിന്നെയും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് വന്നോണം ഈ മുസ്ലിം ക്രൈസ്തവ വിരുദ്ധ വിദ്വേഷ വർത്താനം തുടർന്നു വെള്ളാപ്പള്ളി. ജനത്തിനത് വെറുത്തു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞതും വെറുത്തു, വെള്ളാപ്പള്ളി കിട്ടുന്ന ആ തണലും വെറുത്തു. ജനം വോട്ട് ചെയ്തു. അത് ജനത്തിൻ്റെ തെറ്റിദ്ധാരണയല്ല, അത് CPM-ന് പറ്റിയ പിഴവാണ്. ശ്രീ കെ അനിൽകുമാർ, ഏതാണ് പിഴവ്? ഈ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് ഇതുവരെ. അല്ല, അതെ, ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണ്? പി ജയരാജൻ പറഞ്ഞത് രണ്ട് വള്ളത്തിൽ കാലി വെക്കുന്ന കാര്യമല്ലേ. അപ്പം രമേശ് ചെന്നിത്തലയും ബിന്ദു കൃഷ്ണയും എം ലിജുവും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ വള്ളത്തിലും ആ കാലം ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ ഈ വസ്തുതകളൊന്നും പുറത്തു വന്ന് കണ്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വെള്ളാപ്പള്ളിയെ LDFിൻ്റെ പ്രതീകമായി വലതുപക്ഷം ശക്തമായി അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ശക്തമായി അവതരിപ്പിച്ചു. ആ ഘട്ടത്തിൽ ഞങ്ങൾ ഒരു തരത്തിലും ഇത്തരം വർഗീയ ശക്തികളോടൊപ്പം നിൽക്കുന്നവരല്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസ്വീകാര്യമായ പ്രസ്താവന തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് പറഞ്ഞതിന് ആ ശക്തി പോരായിരുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സ്വവിമർശനം. അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് കേരളത്തിൽ ഈ വർഗീയതയുടെ ഈ പറയുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഇളക്കി വിട്ടത് എന്നാണോ? മതമാണ് പ്രശ്നം. 10 കൊല്ലം നഷ്ടപ്പെട്ടു പോയ അധികാരം പിടിച്ച് ഞങ്ങളുടെ സമുദായത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്കെന്തിനാ ഇറങ്ങണത്? ഇത് സ്വർഗത്തിലേക്കുള്ള നേരിട്ടുള്ള കോണിയാണെന്ന് ആരാ പ്രസംഗിച്ചത്? നിങ്ങളാരും കേട്ടിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ തെരഞ്ഞെടുപ്പിലൊരു ബന്ധമില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താ വർഗീയ പ്രസ്താവനയാണ് നടത്തിയത്? SIR നടപ്പാക്കുന്ന പിണറായി വിജയൻ മോദിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞവരല്ലേ ലീഗ്. അപ്പം ഏകപക്ഷീയമല്ല. അതിൻ്റെ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് ഞങ്ങൾ നടത്തേണ്ട പ്രതികരണം കുറെ കൂടെ കർശനമാകേണ്ടതായിരുന്നു എന്ന വിമർശനമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങളെക്കുറിച്ച്. അതിനർത്ഥം ബാക്കിയുള്ളവരെല്ലാം നടത്തിയ നിറഞ്ഞാട്ടമുണ്ടല്ലോ, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള 10 കൊല്ലത്തെ ശ്രമം, അത് തടഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഇവിടെ നിന്ന് BJPയുടെ നേതാവ് പറഞ്ഞല്ലോ, എന്താ ഞങ്ങൾക്ക് അധികാരഭ്രാന്തോ? അവരുടെ ഒരു മേജർ രവി എന്ന് പറഞ്ഞ ഒരാൾ മേജർ നുണ പറഞ്ഞല്ലോ ഇന്ന്. 560 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി 56 വണ്ടിയായിട്ട് ഇന്നസെൻ്റ് മരിച്ചെടുത്ത് ഓടി വരുന്നൊരു പിണറായി വിജയനെ കുറിച്ച്. ഇത്ര നാൾ ഹെലികോപ്റ്റർ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യുമെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ഇപ്പം എന്താ പറയണത്? അത് പോലീസിൻ്റെതാണ്, ഞങ്ങളുടെ സതീശനത് വേണം. എന്തെല്ലാം നുണകളാണ്, അപവാദങ്ങളാണ് ഈ പിണറായി വിജയനെക്കുറിച്ചും ആ ഭരണകാലത്തെക്കുറിച്ചും നമ്മൾ കേട്ടത്. നമ്മൾ എന്തെല്ലാം കേട്ടു, ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പം ഞങ്ങളെക്കുറിച്ച് ഉണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ, നുണകൾ, ഈ നുണകളുടെയൊക്കെ മേലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിഴവല്ല. കൂടെ പൊളിയും. സംശയം എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, 7 ലക്ഷം പേർക്ക് ഞങ്ങൾ പട്ടയം കൊടുത്തു. ആ പട്ടയത്തിലൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്താ വ്യവസ്ഥ? ആ പട്ടയത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് 9(2) എന്ന് പറഞ്ഞൊരു വകുപ്പ് പ്രകാരം ഉപാധികളുള്ള പട്ടയമാണ്. VD സതീശൻ പറഞ്ഞു ഉപാധി മാറ്റി കൊടുക്കാം. 7 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്ത് ഞങ്ങൾക്ക് വോട്ടില്ല, ഉപാധി മാറ്റാവുന്നത് സതീശൻ വോട്ട്. ദീപിക മുഖപ്രസംഗം എഴുതിയ കണ്ടില്ലേ? തെറ്റിദ്ധരിക്കപ്പെട്ടില്ലയോ? 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്ന വാക്ക് നൽകി ഞങ്ങളെ വഞ്ചിച്ചു സതീശൻ എന്ന് ദീപിക മുഖപ്രസംഗം എഴുതിയില്ലേ? വായിച്ചിട്ടില്ലേ? എന്തെല്ലാം കളവായിരുന്നു. എല്ലാവർക്കും KSRTCയിൽ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ അവസ്ഥ? മലപ്പുറത്ത് ഒറ്റയാൾക്ക് പോകാൻ പറ്റില്ല, അവിടെ ഓർഡിനറി ഇല്ല. വടക്കേ മലബാറിൽ ഓർഡിനറി തീരെ ഇല്ല. എല്ലാവരും അമ്പലത്തിൽ പോകാൻ പോകുന്നത് ഇവരുടെ ബസ്സിലാണോ വനിതകളെല്ലാം പോകാൻ പോണത്? പിന്നെ എന്ത് ഗ്യാരണ്ടി ഇവർ നടപ്പാക്കാൻ പോണത്?
അല്ല നമുക്ക് അവരോട് അല്ല അവരോട് കർശനമായി ചോദിക്കണം. ഞാൻ പറയുന്നത് ഈ പറയുന്ന ബസ്സിൽ ഈ പറയുന്ന അവരുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ അവരോട് കർശനമായി ചോദിക്കണം. അതിൽ തർക്കമല്ല. പക്ഷേ 102 സീറ്റ് എന്ന് പറയുന്ന LDF അതിന്റെ ചരിത്രത്തിൽ നേരിടാത്ത കനത്ത പരാജയത്തിലെ കുറ്റം മുഴുവൻ ജനങ്ങളുടെ മണ്ടയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണോ, പിന്നെയും ആ പരാജയ കുഴിയിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാണോ ശ്രീ കെ അനിൽകുമാർ? ജനത്തെ പഴിക്കാവോ? ജനത്തെയാണോ പഴിക്കേണ്ടത്? അല്ലല്ല, അത് നിങ്ങൾ ഹാഷ്മിക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് 10 കൊല്ലം ഞങ്ങൾ അധികാരത്തിൽ ഇരുന്നത് 2 തവണ ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ടാണ്. ആ ജനങ്ങളോട് വളരെ വിനീതമായി കേരളത്തിന് വേണ്ടി അന്തസ്സായി പണിയെടുത്തിട്ടുണ്ട്. 57 ഞങ്ങളെ കൊണ്ടുവന്നു, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു, രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ഇപ്പോഴും കേരളത്തിൽ കിട്ടുന്നു. ഞങ്ങളുടെ കഴിവാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്നെ കൈകാലിട്ടടിക്കുന്നു. ആ പ്രയോഗമൊന്നും വേണ്ട, ഒരു കൈകാലിട്ടടിയിലില്ല. ഞങ്ങൾ തെരുവിൽ നിൽക്കുമ്പോഴാണ് ബലം കൂടുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾ തെരുവിലാണ്, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഞങ്ങൾക്ക് ഇച്ചിരി ബലം കൂടും. അതുകൊണ്ട് വല്ലാണ്ട് തല കുനിക്കത്തില്ല. അത് അഹങ്കാരം കൊണ്ടല്ല. ഭരണത്തിലാകുമ്പോൾ 2 പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളോടും ഞാനത് തെളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എന്തെല്ലാം നുണകൾ കേട്ടവരാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മുഖ്യമന്ത്രി മന്ത്രിമാരോട് പോകുന്നു, ഒരു വണ്ടിക്കെതിരെ അവർ സഞ്ചരിച്ച വണ്ടിക്കെതിരെ ചെരുപ്പെറിഞ്ഞു. ആ ചെരുപ്പെറിഞ്ഞ് ന്യായമായ കാര്യമാണോ? ഏതെങ്കിലും ഒരു മാധ്യമം മുഖ്യമന്ത്രി മന്ത്രിമാർ സഞ്ചരിക്കുന്ന വണ്ടിക്കെതിരെ ചെരുപ്പെറിഞ്ഞതിന് മുഖപ്രസംഗം എഴുതിയോ? എങ്ങനെയാണ് ചെരുപ്പെറിയുന്നത് ഒരു വീഡിയോ കിട്ടിയത്? ഒരു സ്ത്രീ അവരുടെ അടിവസ്ത്രം, കറുത്ത അടിവസ്ത്രം ഊരി മുഖ്യമന്ത്രിയെ കാണിക്കുന്നു ആ യാത്ര പോകുന്ന ഘട്ടത്തിൽ. 2000 രൂപ പെൻഷൻ കൊടുത്ത 62 ലക്ഷം പേർക്ക് കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ കറുത്ത അടിവസ്ത്രം ഊരി കാണിക്കുന്നത്. അത് മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഇത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ജനവിധി. ഞങ്ങൾക്കെതിരായി ഉണ്ടാക്കിയ വെറുപ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. ആ നിർമ്മിക്കപ്പെട്ട വെറുപ്പ് ഇപ്പം മാറും. കാരണം ആളുകളുടെ ജീവിതാനുഭവം വന്നില്ലേ? ജീവിതാനുഭവം വരുമ്പോൾ വെറുപ്പ് മാറും. അതുകൊണ്ട് ഞങ്ങൾ കൈകാലിട്ടടിക്കുകയല്ല. 10 കൊല്ലം ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങൾ നന്നായി ഭരിച്ചു. ഇനി ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഇവരെ പൊതുമേഖല വിൽക്കാൻ വരികയാണ്. നമുക്ക് കാണാം. കിബി ഇല്ലാതാക്കിയിട്ട് കേരളം എങ്ങനെ വികസിപ്പിക്കും നമുക്ക് കണ്ടേക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാതെ ഇവിടെ പറഞ്ഞല്ലോ. എന്താ ഞങ്ങളുടെ ജിൻഡോ ജോൺ, ആരാണ് മന്ത്രി? ജിൻഡോ അല്ലല്ലോ, മന്ത്രിയുടെ പേര് മറന്നു. മന്ത്രിയുടെ പേര് ഏതാ? റോജി എം ജോൺ. എന്താണ് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സെനറ്റിൽ യോഗം മാറ്റിവെപ്പിച്ചത് ഈ മന്ത്രിയല്ലേ? എന്തിനാണ് മാറ്റിവെപ്പിച്ചത്? സെനറ്റ് യോഗം ചേർന്ന് VC-യുടെ നോമിനിയെ തീരുമാനിക്കാതിരിക്കുമ്പോൾ യോഗം മാറ്റിവെപ്പിച്ചിട്ട് എന്താ ചെയ്തത്? ആ താൽക്കാലിക VC-യുടെ പേര് കൊടുത്തോ ഈ മനുഷ്യൻ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർക്ക് താൽക്കാലിക VC-യുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം എഴുതി കൊടുത്തോ? കോട്ടയത്ത് മഹാത്മാഗാന്ധിയുടെ പേരുള്ള സർവകലാശാലയിലെ 19 പേര് RSSകാരെ തിരികെ കയറ്റി സെനറ്റിൽ. എന്നിട്ട് പറയുകയാണ്, ബമൂലയുടെ പേര് പറയുകയാണ്. എന്ത് തൊലിക്കട്ടിയല്ലേ? ഇതെന്ത് തൊലിക്കട്ടിയാണ്? ഡോക്ടറേറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. കുറഞ്ഞ പക്ഷം RSSനെ എതിർക്കാനുള്ള തൻ്റെ ഇടം വേണം. ഈ 10 കൊല്ലവും ഈ സെനറ്റിനകത്ത് ഞങ്ങൾ RSSനെ കയറ്റിയില്ല. ഇപ്പം കയറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് അധികാരം കിട്ടി, RSSകാരകത്ത് കയറി. അതിന് കാരണം എന്താണ്? 30 സീറ്റ് ഞങ്ങളെ തോൽപ്പിക്കാൻ ക്രോസ് വോട്ട് ചെയ്ത 30 സീറ്റിൻ്റെ പ്രതിഫലമാണ് മഹാത്മാഗാന്ധിയുടെ തല വെട്ടിയിട്ട് ഈ 19 പേരെ കയറ്റിയിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. ഗാന്ധിയുടെ തല വെട്ടിയവർക്ക് കൊടുത്തിരിക്കുകയാണ് 19 എണ്ണം. എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ ബമൂലയുടെ നേരിട്ട് ഇറങ്ങി വന്ന ആളാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കുറഞ്ഞ പക്ഷം പ്രതിഷേധിക്കട്ടെ, നട്ടല്ലുണ്ട് പ്രതിഷേധിക്കണ്ടേ? ചാൻസലർ കാണിച്ച് തെറ്റ് എന്നൊരു വാചകം സതീശൻ പറയുകയാണ് കാണാം. ചാൻസലർ കാണിച്ച് തെറ്റാണെന്നും ആ സർവകലാശാല നോമിനേഷൻ പിൻവലിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കണ്ടാൽ പുളിക്കും. പറയത്തില്ല. കാരണം എന്താണെന്നറിയോ? അതാണ് ഉടമ്പടി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് RSSന് കൊടുത്തു, മറ്റത് ലീഗിന് കൊടുത്തു. ഇതാണ് ഉടമ്പടി. ഈ ഉടമ്പടി ഞങ്ങൾ പൊളിച്ചു കാണിക്കും. ഓക്കെ, ശരി. ഞാൻ വേറെ മറുപടി കേൾക്കാം. ശ്രീ ശ്യാമരാജ്, ഇവിടെ CPM-നെ സമരം നടത്താൻ പഠിപ്പിക്കേണ്ട. CPM-ന് താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം വളരെ ശക്തമായി ഉണ്ട്. ശരി, അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമുണ്ടായി. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നു. അഡ്വക്കേറ്റ് ശ്രീ കെ അനിൽകുമാർ ചർച്ചയിൽ പറയുന്നത് പോലെ ആവില്ല അതിനകത്ത് നടക്കുന്ന ചർച്ച. കുറച്ചുകൂടി വിനയാനിതമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് തെറ്റിതിരുത്തി ഒരുപക്ഷെ സംഘടനാ സംവിധാനം ശക്തമാക്കി CPM കേഡർ പ്രതിപക്ഷ നിലയിൽ തെരുവിലിറങ്ങിയാൽ ശ്രീ കെ അനിൽകുമാർ പറയുന്നത് പോലെയാണ് അതിന് കുറച്ച് കരുത്ത് കൂടും. ശ്രീ ശ്യാമരാജ്.
ശരിയാണ്. കരുത്ത് കൂടിയവർ ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ടല്ലോ കുറെ പേര്. കരുത്ത് കൂടിയവര് ഇവർക്കെന്താ അറിയോ ഹാഷ്മി, ഇവർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഇവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, പഴയ ദേശാഭിമാന യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് മറ്റേ വായ പോയ കൊടാലി പോലെ ഇവിടെ വന്നിരുന്നിട്ട് എന്തും വിളിച്ചു പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുള്ളത് ഈ കാലഘട്ടത്തിനോ ചേരുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വരെ അങ്ങനെയാണ്, ഈ കാലഘട്ടത്തിന് ചേരുന്നതല്ല. അതാണ് ഇവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ട് ഇപ്പോൾ അവസാനത്തെ ഈ രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തീർന്നല്ലോ, അതോടുകൂടി അവരുടെ പരിപാടിയും തീർന്നിരിക്കുകയാണ്. നോക്കൂ, ഇവർ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ കണ്ട്. കഴിഞ്ഞ ദിവസം ED വാഹനം ആക്രമിക്കുന്നു, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഇപ്പൊ ജയിലിൽ പോയി കിടന്നു, ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ. കഴിഞ്ഞ ദിവസം പോലീസ് അവരെ കൊണ്ട് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് വന്നു. ആദ്യം ED അവിടെ ഈ മുഖ്യമന്ത്രിയുടെ അല്ല ഈ വീണയുടെ വീട്ടിൽ വന്ന സമയത്ത്, സെർച്ചിങ്ങിന് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആവേശം എന്തായിരുന്നു? ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ എമ്മാതിരി മുദ്രാവാക്യം വിളിയായിരുന്നു. ഇപ്പോൾ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഒരു നേതാവും ഇല്ലല്ലോ. ചെറുപ്പക്കാർ ഏതൊക്കെയൊക്കെ, എനിക്ക് തോന്നുന്നു SFIയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ജയിലിൽ പോയി. ഇനി അവൻ പുറത്തിറങ്ങണമെങ്കിൽ 1-2 കൊല്ലങ്ങൾ കഴിയും. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ EDക്കെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സിസ്റ്റത്തിനെതിരെയുള്ള ആക്രമണം എന്നാണ്. പക്ഷെ ഇതൊന്നും ഇവർക്ക് അറിയില്ലാന്ന്. ഇവർക്ക് ഈ രാജ്യത്തിന്റെ സിസ്റ്റം എന്താണ്, ED എന്താണ്, CBI എന്താണെന്നൊന്നും ഈ കേരളത്തിനപ്പുറത്തേക്ക് പോവാത്തത് കൊണ്ടും ബംഗാളിലും ത്രിപുരയിലും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് അറിയില്ല. അതിനപ്പുറത്തേക്ക് ഇവർ തെരുവിലിറങ്ങിയെന്നും പറഞ്ഞ ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ലാന്ന്. അതൊക്കെ ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ഇവർക്ക് തെരുവിലിറങ്ങിയിട്ട് കുറച്ച് അലമ്പുണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അതും ഇനി ആളെ കിട്ടുമെന്നുള്ള സംശയം. അത് കോട്ടയത്ത് ഇവർ DYFIയുടെ സമരം നടത്തി. ED വിഷയത്തിൽ കോട്ടയത്തിലെ DYFIയുടെ സമരം നടത്തിയിട്ട് ആളില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ സമരം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ കാവ്യവൽക്കരണത്തെ ഇവരെന്തൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഈ കൊളക്കോഴി മലന്ന് കിടക്കുന്നത് ആകാശം താഴേക്ക് ഇടിഞ്ഞു വീണെങ്കിൽ തടയാനാന്ന് പറഞ്ഞത്. അങ്ങനെ കൊളക്കോടിയുടെ മനസ്സൊന്നുമായിട്ട് ഈ CPMന്റെ പ്രതിനിധിയും വന്നിട്ട് ചർച്ചയ്ക്ക് ഇരിക്കരുത്. നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലെന്ന്. ഞങ്ങൾ ഈ രാജ്യത്ത് 10-21 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ അലയൻസ് കൂടെ കൂടിയിട്ട് ഈ രാജ്യത്തിന് 80% ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ 80% വരുന്ന ഏരിയയിൽ മുഖ്യമന്ത്രിമാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ സെനറ്റിൽ മാത്രമൊന്നും അല്ലതേ, അങ്ങ് പാർലമെന്റിലൊക്കെ ഞങ്ങളുടെ ആളുകളുണ്ടെങ്കിൽ അത് ഇനിയും ഉണ്ടാവുന്നേ. ഈ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് പോലും ഒരു സംവിധാനം ഇല്ലാത്ത ഒരു വെറും 4 MP മാത്രമുള്ള വിരലിലുണ്ടാവുന്ന MLA മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടൊരു ചുക്കും ചുണ്ണാമ്പും ഞങ്ങളെ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. ഇതൊക്കെ വെറുതെ ഈ കുളക്കോഴിയുടെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന നടത്തുന്ന അവരേതാണ്ട് മതേതരത്വത്തിന്റെ മാടപ്രാവുകളാണെന്ന്. നോക്കൂ, ഇവിടെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവരുടെ പൂക്കി മുഖ്യമന്ത്രി എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി പറയുന്നു അവർ മതരാജ്യം സ്വപ്നം കാണുന്നവരാണ്, അവർ മതേതരത്വത്തെ പാലിക്കുന്നവരല്ല. മതേതരത്വം എന്ന് പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള രോഗമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ VD സതീശൻ പറയാണ് അല്ലല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മതേതര സംഘടനയാണെന്ന്. ഏത് മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ 100 കണക്കിന് വരുന്ന ഹിന്ദുക്കളെ വീടുകളിൽ നിന്ന് അടിച്ചോടിച്ച് അവരുടെ വീടുകൾക്ക് തീയിട്ട അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നുകളഞ്ഞിട്ടുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് കേരളത്തിലെ നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി. അടുത്ത രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, അല്ലെങ്കിൽ ഹാഷ്മിക്ക് തിരുത്താൻ കേട്ടോ. എന്റെ അറിവ് രണ്ടും ഒന്ന് തന്നെയാണ്. എന്തായാലും എന്റെ അറിവിൽ ആയിക്കോട്ടെ. എന്തായാലും അവര് മതരാജ്യം സ്വപ്നം കാണുന്നവരാണല്ലോ, മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കാത്തവരാണല്ലോ. അതിന് സംശയമൊന്നുമില്ല ഹാഷ്മിക്ക്. ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി മതേതരമാണെന്ന് എങ്ങനെയാ പറയാ VD സതീശൻ? ഇനി KM ഷാജി എന്താ പറഞ്ഞത്? കഴിഞ്ഞ 10 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലത്തേക്ക് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണ് UDF ഭരണത്തിൽ വരുന്നതെന്ന് പറഞ്ഞ KM ഷാജി അല്ലേ? അദ്ദേഹം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയല്ലേ? ആ കോൺഗ്രസിന്റെ പ്രതിനിധി വന്നിട്ട് മതേതരത്വത്തൊക്കെ പറയാം. എന്ത് നാണക്കേടാന്ന് ആലോചിച്ച് നോക്ക്. മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടായിട്ട് ആ പാർട്ടിയെ സ്വന്തം മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർ പച്ചയ്ക്ക് മതം പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗ് കൂടെ ഉണ്ടായിട്ടും മതേതരത്വം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ചില്ലറ എളുപ്പമൊന്നും പോരാ. ആ പാർട്ടി മുന്നിലോട്ട് ശോഭാ സുരേന്ദ്രൻ പണ്ട് ക്ഷണിച്ചായിരുന്നു ശ്രീ ശ്യാമരാജ്. കൃത്യമായിട്ട് ഇല്ല, എനിക്ക് പറയട്ടെ ഹാഷ്മി, കേരളത്തിൽ കൃത്യമായിട്ട് വർഗീയത പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന്. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ ഇവർ കാണിച്ചിട്ടുള്ള എന്താ? ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കണം, മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കണം, PDPയെ പിന്തുണയ്ക്കണം, SDPയെ പിന്തുണയ്ക്കണം. ഇതാണ് ഇവരുടെ നയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 2 കൂട്ടും കാണിച്ചത് ഇത് തന്നെയാണ്. കേരളത്തിൽ നിലവിൽ സംഭവിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ വലിയൊരു പതനം തന്നെയാണ്. ഇവിടെ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, PDP ആവട്ടെ, ഈ പറഞ്ഞ SDPI ആവട്ടെ, ഇതൊക്കെ വർഗീയ സംഘടന എന്ന് നിങ്ങൾ ആരോപിക്കുന്നതാണ്. വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന സംഘടന വേറൊരു PDP, ജമ്മു കാശ്മീരിലെ PDP, അവരുമായി ചേർന്ന് ഭരിച്ചവരാട്ടോ നിങ്ങൾ. അവരുമായി ചേർന്ന് ഭരിച്ചവരാ നിങ്ങൾ. വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയപ്പെടുന്ന PDPയുമായി ചേർന്ന് ഭരിച്ച നിങ്ങളാണ് ഇവിടെ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി കുറ്റം പറയുന്നത്. അവരിപ്പോ എവിടെയാണ് കാശ്മീർ കിടക്കുന്നത്? നിങ്ങൾ ചേർന്ന് ഭരിച്ചോ?
ഇപ്പൊ കാശ്മീരിലെ അവസ്ഥ എന്താ? നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണോ? കാശ്മീരിലെ അവസ്ഥ എന്താ എന്നിട്ട്? വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നവർ എന്ന ആരോപണമുള്ള ഒരു പാർട്ടിയുമായി നിങ്ങൾ അധികാരം പങ്കിട്ടവരാണ്. എന്നിട്ടാണ് ജമാഅത്തിന്റെ വോട്ട് വാങ്ങി ഇവരെ കുറ്റം പറയുന്നത്, എസ് ടി പിയുടെ വോട്ട് വാങ്ങി CPM കുറ്റം പറയുന്നത്. അവരുടെ യാതൊരു നയപരമായിട്ടോ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ടില്ല. അധികാരത്തിൽ ഒരുമിച്ചിരുന്നു. പോയിട്ടില്ല. അത് താൽക്കാലികമായിട്ട് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്താ? അത് അധികാരത്തിൽ ഒരുമിച്ചിരുന്നോ? എല്ലാത്തിനും പിടിച്ച് ജയിലാക്കിയല്ലേ? അധികാരത്തിൽ ഒരുമിച്ചിരുന്നോ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ വോട്ട് വാങ്ങാൻ കുറ്റം പറയാൻ അവകാശമുണ്ടോ ശ്രീ ശ്യാംരാജ്? എല്ലാത്തിനെയും പിടിച്ചിട്ട് ജയിലാക്കിയല്ലേ കാശ്മീർ? ഏത് അധികാരത്തിൽ ഒരുമിച്ചിരുന്നോ? പിടിച്ച് ജയിലാക്കിയില്ലേ? എല്ലാവരും പിടിച്ച് ജയിലിൽ. ഇപ്പൊ കാശ്മീരിലെ അവസ്ഥ എന്താ? ശരി, ഓക്കെ. ഇപ്പൊ കാശ്മീരിലെ മുഴുവൻ വിഘടനവാദികളുടെ അവസ്ഥ എന്താ? അത് പറയും. അല്ല, നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണ്, അക്കാര്യത്തിൽ തർക്കം. നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണ്. അതിനുശേഷം ഒന്നും ഉണ്ടായി, അത് മുമ്പൊന്നും എന്താണെങ്കിലും നിലവിൽ കാശ്മീരിലെ അവസ്ഥ നിങ്ങൾ പറയൂ. ശരി, ഓക്കെ, വിട്ടേക്കാം. നമ്മുടെ വിഷയം കാശ്മീരിൽ പറയൂ. ശരി, നമ്മുടെ വിഷയം ശരി. ശ്രീ വി ആർ അനൂപ്, ഇവിടെ CPM പ്രതിപക്ഷത്തിലാണ്. CPM പ്രതിപക്ഷത്തുള്ളപ്പോഴൊക്കെ CPM മാത്രമല്ല, SFI, DYFI അടക്കമുള്ള അവരുടെ വിദ്യാർത്ഥി സംഘടന മുഴുവൻ വീണ്ടും സമരസജ്ജമാകും. സമരസംഘടന എന്നുള്ളതാണ് CPM പൊതുവെ പറയാറുള്ളത്. ഭരണത്തിലിരിക്കുമ്പോൾ നേരത്തെ ശ്രീ കെ അനിൽകുമാർ പറയുന്നത് പോലെ സംസാരിക്കാനും തെരുവിലിറങ്ങാനൊക്കെ പരിമിതി ഉണ്ടാവും. ആ പരിമിതിയിൽ ഉണ്ടാതിരുന്നു. ഇനിയിപ്പോൾ തെരുവിലാണ്. ഈ പറയുന്ന പൊതുമേഖലാ സ്വകാര്യവൽക്കരണം അടക്കം, ഈ പറയുന്ന കിഫ്ബി പൂട്ടിക്കൊണ്ടുള്ള നടപടി അടക്കം ഓരോന്നോരോന്ന് വരുമ്പോഴും UDF സർക്കാർ പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ LDF നടത്തിയ സമരം പോലെ ഒന്നുമല്ല, സമരത്തിൻ്റെ വേലിയേറ്റം. ശ്രീ വി ആർ അനൂപ്. ചേട്ടനെ, വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് ഇപ്പം അനിൽകുമാർ പറയുന്നത്. ഞങ്ങൾ പെൻഷൻ കൊടുത്തു, ഞങ്ങൾ പട്ടയം കൊടുത്തു, പക്ഷെ നന്ദിയില്ലാത്ത ബ്ലഡി ഫെല്ലോസായ ജനങ്ങൾ അതൊന്നും തിരിച്ചറിയാതെ ഞങ്ങളെ ചതിച്ചു. ജനങ്ങൾക്കത് കുറ്റം. ഇതെല്ലാ കാലത്തും CPM പറയുന്നതല്ലേ. CPM ഞങ്ങൾ ഉയർത്തിയ വിമർശനം, നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ലല്ലോ, NDA ഘടകകക്ഷി നേതാവായ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പോലും കത്തെഴുതിയൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മിസ്റ്റർ അനിൽകുമാർ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വാക്ക് നിങ്ങൾ പറയുന്നുണ്ടോ? ഈ പറയുന്ന ഗൾഫിൽ പോയി സ്വാതന്ത്ര്യ സമരത്തിനല്ല, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ജോലി എടുക്കാൻ പോയ ആളല്ല. അവിടെ ചെക്ക് കേസിൽ പ്രതിയായ NDA ഘടകകക്ഷി നേതാവിനെ പുറത്തിറക്കാൻ കത്തെഴുതിയ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതിനുള്ള മറുപടിയാണ് അനിൽകുമാറെ ജനങ്ങൾ നിങ്ങൾക്ക് തന്നത്. ഞാനൊരു കാര്യം പറയാം, ജനങ്ങളെ നിങ്ങളായാലും ഞങ്ങളായാലും അത് ബഹുമാനിച്ചിട്ട് തിരിച്ചടി ഉണ്ടാവും. ഞങ്ങളൊരു കാര്യം പറയാം, ഇവിടെ കെ അനിൽകുമാർ പറഞ്ഞിരിക്കാൻ ഞാൻ മനസ്സിലാക്കി. അതായത് ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധിന്റെ അടക്കം കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ചു, അതിൽ ജനം വീണുപോയി എന്ന് പറഞ്ഞാൽ അല്ല, ജനത്തെ അധിക്ഷേപിച്ചാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അതിലേക്ക് ഞാൻ വരാന്നേ. അദ്ദേഹം പറയുന്നത് എന്താ, ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഹാഷ്മി. പിന്നെ ഒരു കാര്യം പറയാം, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കുള്ള പാടാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നേതാക്കന്മാർ രമേശ് ചെന്നിത്തല ആയാലും ലിജു ആയാലും ഒരു വള്ളത്തിലെ കാൽ വയ്ക്കൂ, അത് ഞങ്ങളുടെ പാർട്ടിയുടെ വള്ളത്തിലാ. അതുകൊണ്ടാണ് അവർ വെള്ളാപ്പള്ളിക്ക് കൊടുത്ത സ്വീകരണ സമ്മേളനത്തിൽ നിന്ന് അവർ മാറി നിന്നതെന്നേ. അവരെ സംബന്ധിച്ച് പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയമായ നിലപാട്, രാഷ്ട്രീയമായ ഉത്തരവാദിത്ത അവിടെ പോയി പ്രശംസിക്കാൻ അവർ നിന്നിട്ടില്ലല്ലോ. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് വലുത് എന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടെന്നേ. അതുകൊണ്ടല്ലേ അത്ര ഒരു നിലപാടെടുത്തത്. ഞങ്ങളുടെ സർവ്വസാധാരണീയനായ നേതാവ് VM സുധീരൻ ഇപ്പൊ മഹേശന്റെ കാര്യത്തിൽ നിലപാടെടുക്കുന്ന പറഞ്ഞ് കത്തെഴുതിയിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ തൊട്ട് താഴെ തട്ടിലുള്ള അണികൾ വരെ. ഞങ്ങളത് കൃത്യമായി ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന ഈ പാർട്ടിയിലെ താഴെ തട്ടിലുള്ള അണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കും. ഒരു സംശയം വേണ്ട. വെള്ളാപ്പള്ളിക്ക് എതിരാണ് മാൻഡേറ്റ് എങ്കിൽ കോൺഗ്രസ് പാർട്ടി ആ നിലപാട് തന്നെ സ്വീകരിക്കും. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഉൾക്കൊള്ളുന്ന ആർക്കും സംശയമുള്ളത്, തെറ്റുപറ്റിയിട്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തും. അല്ലാതെ പിണറായി പറയുന്നതാണ് ശരി, പിണറായി സരസ്വതി കടാക്ഷമുള്ള നാവിന്റെ ഉടമയാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അത് ശരി, അങ്ങനെ തന്നെ എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങളൊന്നും. പിന്നെ ഇവിടെ സംഘപരിവാറിന്റെ BJPയുടെ പ്രതിനിധി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്തോ വലിയ വർഗീയ പാർട്ടിയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും ഇവിടെ വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയിട്ടില്ല, ഒരു വംശീയ കലാപവും നടത്തിയിട്ടില്ല, ഗർഭിണിയുടെ ഭ്രൂണം ചൊരിഞ്ഞിട്ടില്ല, ഇവിടെ ഒരാളെ അതിക്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് നടത്തിയ ഒരു വംശഹത്യ പരിശ്രമം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു സാമുദായിക പാർട്ടിയാണെന്നേ. മുസ്ലിം ജനവിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെ നിങ്ങളുടെ വർഗീയതയുമായിട്ടൊന്നും തുലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് അതിന് നിലപാടുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി
എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയോട് പല വിയോജിപ്പുള്ള ആളാണ്, ഞാൻ പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി നടത്തിയതിന് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് എന്താ യുക്തിയുള്ളത്? ഇപ്പോൾ ലോകത്ത് എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, അത് നടത്തുന്ന ഉത്തരം CPM പറയുമോ? അതിനൊന്നും കാര്യമില്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വർഗീയതക്കെതിരെ, വർഗീയ ധ്രുവീകരണ പരിശ്രമങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റാ. അത് ഉൾക്കൊള്ളാൻ CPM തയ്യാറാവണം, ഞങ്ങളും തയ്യാറാവണം. BJPക്ക് ഒരു പാടാ. BJPയുടെ അജണ്ടകൾക്ക് നിലപാടുകൾ തുറന്നു പറഞ്ഞ ആളാണ്. സമീപകാല ഭാവിയിലൊന്നും VR അനൂപ് ഈ പറഞ്ഞ ഭരണത്തിന്റെ ഹണിമൂൺ പീരീഡ് ആണെന്ന് കരുതി ഉണ്ടായിരുന്നിട്ടില്ല. അത് കർശനമായ ഭാഷയിൽ തുറന്നു പറഞ്ഞ ആളാണ് അനൂപ്. അക്കാര്യമൊക്കെ സമ്മതിക്കും. കേൾക്കുമാരുടെ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ പോയി കണ്ടു. വേറൊരു പരിപാടിയിലാണെങ്കിൽ കൂടിയും തുഷാർ വെള്ളാപ്പള്ളി ചെന്നിത്തലയെ കാണുന്നുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന അനൂപ് അടക്കം കഠിനമായ ഭാഷയിൽ വിമർശിച്ചു. അനൂപൊക്കെ എന്താണ് ഒരു CPM കേഡർ വിമർശിക്കുന്നത് പോലെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അനൂപ് മാത്രമല്ല, അവരുടെ സൈബർ മേഖല മാത്രമല്ല, പല നേതാക്കളും വിമർശനം ഉന്നയിച്ചു. വെള്ളാപ്പള്ളിയോടുള്ള ചേർത്തുപിടിക്കൽ പരമാവധി ഉണ്ടാക്കാൻ കഴിയുന്ന ഡാമേജിൻ്റെ അങ്ങേയറ്റം പോയപ്പോഴും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു അഡ്വക്കേറ്റ് KR അനിൽകുമാർ അന്ന് അവിടെ ഉണ്ടായില്ല. അതിൻ്റെ കൂടി പരിണിത ഫലമാണ് ഞാൻ പറയുന്നത്. അത് തിരുത്താൻ ഈ പരാജയം സഹായിക്കുമെങ്കിൽ പരാജയവും നല്ലതാണ്. ശ്രീ KR അനിൽകുമാർ. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു കാര്യമാണ് പരാജയത്തിലേക്ക് എത്തിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. ഈ ചർച്ചയിൽ ഒരു വാക്ക് പറഞ്ഞു, എന്താ ബ്ലഡി ഫെറൂസ്. നമ്മൾ ഈ ചാനൽ ചർച്ച വരുന്നവർ അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കാൻ പാടില്ല. ജനങ്ങളെല്ലാം ബ്ലഡി ഫെലോസാന്ന് ഞാൻ പറഞ്ഞു. ഞാനങ്ങനെ പറയുമോ? അതേസമയം 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാം എന്ന് ഒരു ബ്ലഡി ഫെലോ പറഞ്ഞു. നാട്ടുകാരത് വിശ്വസിച്ചു എന്ന് പറഞ്ഞാലോ? അതെ അതെ, ആ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഞാൻ വിടുകയല്ല. നമ്മൾ അനൂപിനോടും ഞാൻ പറയുകയാണ്, ഞാൻ ദയവായിട്ട് പറയുകയാണ്, ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഒരാളുടെ ആട്ടും തുപ്പും കേൾക്കാൻ സൗകര്യപ്പെടുകയില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 10 കൊല്ലം ഞങ്ങൾ ഡിഫൻസിലാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും നമ്മുടെ നാട്ടിനകത്ത് അതും ഇതും പറയുമല്ലോ. ആന ഇറങ്ങിയ ഉടനെ പിണറായി വിജയൻ ഉത്തരം പറയണം. ഇപ്പം ആന മാറിയത് മന്ത്രി മാറിയത് ആന അറിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ധിക്കാരമാണ് നിങ്ങളുടെ കയ്യിൽ, അഹങ്കാരമാണ് നിങ്ങളുടെ കയ്യിൽ. കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചു പോകണോ? ഞങ്ങൾ ഈ 10 കൊല്ലം ഈ നാട്ടിൽ നിന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണോ? ഞങ്ങളുണ്ടാക്കിയ വഴിയൊക്കെ ഒലിച്ചു പോയോ? ഞങ്ങളുണ്ടാക്കിയ 5 ലക്ഷം വീട് ഒലിച്ചു പോയോ? ഞങ്ങൾ ഈ ഉണ്ടാക്കിയ നന്മകൾ ഒലിച്ചു പോയോ? പിന്നീട് പറഞ്ഞു കേട്ടല്ലോ അഴിമതിയോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇന്നല്ല എന്നും പറയാം. ഈ ഗവൺമെൻറ്റിലെ 2 ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഇല്ല. പിന്നെ BJPയുടെ പ്രകൃതി പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ ഇന്ത്യ മുഴുവൻ പിടിച്ചിരിക്കുകയാണ്. ആ CBSE പിള്ളേരുടെ ഉത്തരക്കടലാസ് എങ്ങനെയാണ് നോക്കണത് കണ്ടിട്ടുണ്ടോ? CBSE പിള്ളേരുടെ ഉത്തരക്കടലാസ് എത്ര വ്യാജമായിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്? നിങ്ങൾ ഇന്ത്യ മുഴുവൻ ജയിച്ചോ? പിന്നെ 22 ലക്ഷം കുട്ടികൾ എഴുതിയ ആ നീറ്റ് പരീക്ഷ ചോദ്യക്കടലാസ് വിറ്റ് തിന്നവരല്ലേ BJPക്കാർ? കുഞ്ഞുങ്ങളുടെ ചോദ്യക്കടലാസ് വിറ്റ് തിന്നവർ 18ഉം 19 വയസ്സുള്ള 3 പിള്ളേരാണ് ഈ BJP എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കച്ചവടം. ഇന്ത്യ മുഴുവൻ ഈ പിള്ളേരുടെ ബാഗ് വെച്ച് നടത്തിയ കച്ചവടം. എന്നിട്ട് ഈ കച്ചവടം നടത്തിയിട്ട് കയ്യിൽ ചരടും കെട്ടി ഹിന്ദുത്വം എന്ന് പറഞ്ഞ വർഗീയ കലാപം ഉണ്ടാക്കിയാൽ മതിയാ. ബംഗാളിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, എന്താണ് പശുവിൻ്റെ കച്ചവടം വേണ്ട. അവിടെ ഉള്ള ആളുകൾ പശുവിൻ്റെ കച്ചവടമൊക്കെ നിർത്തി പാർക്ക് പോയി. പശുവിനെ വളർത്തി വിൽക്കാൻ വന്ന ഹിന്ദുക്കളായ കർഷകർക്ക് ബംഗാളിൽ ഇപ്പോൾ ആ പശുവിന് വിലയില്ല. പൂട്ടിയോ? നിങ്ങൾ ഹിന്ദുക്കളായ കർഷകരുടെ കഞ്ഞിക്കുടി മുട്ടിച്ചോ? ഇതാ BJP. അതുകൊണ്ട് BJPക്കാരെ നെകളിക്കണ്ട. പാറ്റാന്ന് കേട്ടപ്പോൾ പേടിച്ച മോദിയെ അവിടെ മനസ്സിലാക്കിക്കോണം. ഇന്ത്യ രാജ്യത്തെ ലോകം മുഴുവൻ കീഴടക്കിയിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇത്രേ ഉള്ളൂ BJP. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണി പോയി നിൽക്കുന്നതേ കോൺഗ്രസിലൂടെ മോക്ഷം കിട്ടുമെന്ന് കരുതിയിട്ടല്ല. BJPക്കെതിരെ പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാകും, പൊളിക്കും ഞങ്ങൾ. ഇനി BJP ഇന്ത്യ ഭരിക്കാൻ സമ്മതിക്കത്തില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമോ? മോദി പോയി നിൽക്കുന്ന കണ്ടല്ലോ ചൈനയിൽ, ചെങ്കൊടിയുടെ താഴെ കണ്ടിട്ടില്ലേ? ആ ചെങ്കൊടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയാണേ. ആ ചെങ്കൊടിക്കും താഴ്ചയുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ആളുകളെ കൊന്ന് 40,000 പേരായിട്ട് അവശേഷിച്ചു 10 ലക്ഷം പാർട്ടി മെമ്പർമാർ ചൈനയിൽ. അവിടുന്നാണ് പിന്നെ ലോങ് മാർച്ച് നടത്തി ഞങ്ങൾ പിടിച്ചു വന്നത്. ഇപ്പോൾ ബംഗാളിൽ ഞങ്ങൾ തെരുവിലുണ്ട്, തല്ലുകൊണ്ട് വഴിയിലുണ്ട്. മമതാ ബാനർജിയെ കൊണ്ട് നിങ്ങൾ പോയല്ലോ, അവരുടെ പാർട്ടിയും പടർത്തിക്കൊണ്ട് നിങ്ങൾ പോയല്ലോ. ഞങ്ങൾ വഴിയിലുണ്ട്. വഴിയിലുള്ള ഞങ്ങളാ ശക്തര്, ഭരണഭാരമൊന്നുമില്ല.
അവിടെ നല്ല നിലയ്ക്ക് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ ഉള്ളിൽ പറയും. തെറ്റ് ഞങ്ങളുടെ ഉള്ളിൽ പറയുന്നത് ഞങ്ങളാകെ തെറ്റുകാരായില്ല, ഈ ശരികളുടെ നടുവിലാണ് ഈ തെറ്റുകൾ. അതുകൊണ്ട് ഇന്നത്തെ കേരളത്തെ നിർമ്മിച്ച ഞങ്ങൾ ഈ കേരളത്തിൻ്റെ രാജവീതികളാക്കിയവരാണ്, വീടുകളാക്കിയവരാണ്, ജനതയാക്കിയവരാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അഭിമാനമുള്ളൊരു ജനതയെ വാർത്തവരാണ് ഈ ചെങ്കൊടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഞങ്ങൾക്കുള്ള കുറവുകൾ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് മനസ്സിലാക്കി തിരുത്തി നാട്ടുകാരുടെ മുന്നിൽ നിൽക്കും. കൊടിയായിട്ട് സമരമായിട്ട് വഴിയിലിറങ്ങും. വഴിയിലിറങ്ങിക്കഴിഞ്ഞു നമുക്ക് കാണാം. ഓക്കെ, എനിക്ക് ഒരിക്കൽ കൂടി ശ്യാംരാജിലേക്കും അനൂപിലേക്കും പോകാൻ സമയമില്ല. എന്തായാലും അത് തന്നെയാണ് വേണ്ടത്. ഉള്ള തെറ്റുകൾ ഇപ്പോൾ സമൂലം ആ സർക്കാർ തെറ്റാണെന്ന് പറയുന്നില്ല, സമൂലം CPM തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ തെറ്റുകളുണ്ടായി. ആ തെറ്റുകൾക്ക് ജനം പ്രഹരിപ്പിച്ചു, നല്ല പ്രഹരം നൽകി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത ഉള്ള വലിയ പരാജയം നൽകി. ആ പരാജയം കണ്ടു തുറപ്പിക്കട്ടെ, തിരുത്തലുണ്ടാവട്ടെ, പ്രതിപക്ഷം കരുത്തോടെ തെരുവിൽ നിറയട്ടെ. കേരളത്തിന്റെ ജനാധിപത്യത്തിന് അത് അനിവാര്യമാണ്. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.